Good morning. Good morning, ma'am. Good morning, ma'am. Good morning, Miss. Good morning, Miss. Okay, നമ്മള് എവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്? ഹോസ്പിറ്റൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. എക്കണോമിക് വയബിലിറ്റി അതിന്റെ ലാസ്റ്റ് പോയിന്റ് ഇല്ലേ മിസ്? അത് ഉദ്ദേശിക്കുന്നത് ആനുവൽ ബഡ്ജറ്റ് പ്ലാൻ തയ്യാറാക്കണമെന്നാണോ? അതെ, തയ്യാറാക്കണം എന്നാണ്. അതായത് ഇപ്പൊ ഓരോ പ്രാവശ്യം ഇപ്പൊ ഓരോ വർഷവും അതായത് ടൈം ടു ടൈം ഒരു സമയബന്ധിതമായിട്ട് വ്യത്യാസങ്ങൾ വരുമല്ലോ. ഹോസ്പിറ്റൽ ഓരോ പ്രോഗ്രാംസിലും പ്രൊസീജിയേഴ്സിലും പോളിസികളിലൊക്കെ വ്യത്യാസം വരുമല്ലോ. അതിനനുസരിച്ചുള്ള ആനുവൽ ബഡ്ജറ്റ് പ്ലാനുകളായിരിക്കണം തയ്യാറാക്കി നൽകേണ്ടത്. ഓക്കെ മിസ്. എക്കണോമിക് വയബിലിറ്റി ഒന്നുകൂടി പറയണോ? ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ എക്കണോമിക് വയബിലിറ്റി ഒന്നുകൂടി പറയണം എന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ എക്കണോമിക് വയബിലിറ്റി ഒന്നുകൂടി പറയാം കേട്ടോ മിസ്റ്റർ. എക്കണോമിക് വയബിലിറ്റി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശേഷിയാണ്. അതായത് ആ ഹോസ്പിറ്റലിന് നല്ലൊരു സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ലാഭം എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഫോളോ ചെയ്യേണ്ട മെഷേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. ഇതിൽ ഒന്നാമത്തത് പറഞ്ഞത് കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ ദാറ്റ് അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ സൗണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻ കീപ്പിംഗ് വിത്ത് ഡിസൈറബിൾ ക്വാളിറ്റി ഓഫ് കെയർ. അതായത് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ അവരെന്ത് വേണം? നല്ല ഗുണനിലവാരമുള്ള അതായത് പേഷ്യൻസിന് അഭികാമ്യമായിട്ടുള്ള രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഓഫ് കെയറും കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിലനിർത്താൻ പറ്റുള്ളൂ, അല്ലെ? അവിടെ വരുന്ന പേഷ്യൻസിന് എന്തൊക്കെയാണോ ആവശ്യം അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഗുണനിലവാരത്തിലുള്ള പരിചരണം കൊടുക്കുന്നതിലൂടെ ഒത്തിരി പേഷ്യൻസ് ആ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്ത് വരികയും അതിലൂടെ നമുക്ക് ഒരു എക്കണോമിക് ലാഭം അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭം നമുക്ക് നേടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ലാഭം വരുന്നത് മാത്രമല്ല, അത് നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഒരു മികച്ച ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ടീമും ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത് പറയുന്നത് പേഷ്യന്റ് കെയർ ഒബ്ജക്റ്റീവ്സ് that are consistent with projected service demands, availability of operating finances and adequate personnel and equipment. ഇനി പേഷ്യൻസിന് നല്ല പരിചരണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? പേഷ്യൻസിന്റെ ആവശ്യകതയ്ക്കനുസരിച്ച് അവരുടെ ഡിമാൻഡിനനുസരിച്ചുള്ള സർവീസുകൾ നമ്മൾ കൊടുക്കണം. അതുപോലെ ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഫിനാൻസുകൾ, കൃത്യമായിട്ട് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസുകളുടെ ലഭ്യത ഉറപ്പുവരുത്തണം. അതുപോലെ മതിയായിട്ടുള്ള ജീവനക്കാർ അവിടെ ഉണ്ടോ, മതിയായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ അവിടെ മാനേജ് ചെയ്താൽ മാത്രമേ അവിടെ ആ ഒരു പേഷ്യൻസിന് നല്ല പരിചരണം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, റെഡിയാക്കുക എന്നാണ് രണ്ടാമത്തെ പറയുന്നത്. മൂന്നാമത്തത് എ പ്ലാൻഡ് പ്രോഗ്രാം ഓഫ് എക്സ്പാൻഷൻ ബേസ്ഡ് സോളർലി ഓൺ ഡെമോൺസ്ട്രേറ്റഡ് കമ്മ്യൂണിറ്റി നീഡ്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ആവശ്യകതകൾ എന്താണോ അതിനനുസരിച്ചുള്ള വിപുലീകരണം മാത്രമാണ് നടത്തേണ്ടത്. അല്ലാതെ ഹോസ്പിറ്റലിലെ താല്പര്യപ്രകാരം ആ ബിൽഡിംഗ് പണിയുന്നു, ഇവിടെ വിപുലീകരണം നടത്തുന്നു, അങ്ങനെയൊന്നും നടത്തിയത് കൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ലാഭം നമുക്ക് നേടാൻ സാധിക്കില്ല. മറിച്ച് എങ്ങനെയാ, ആ കമ്മ്യൂണിറ്റിക്ക് എന്താണോ ആവശ്യം അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വിപുലീകരണങ്ങൾ നടത്തുമ്പോഴാണ് ആളുകൾ ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്, നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ സഹായിക്കുന്നത്. നെക്സ്റ്റ് നാലാമത് പറയുന്നത് എ സ്പെസിഫിക് പ്രോഗ്രാം ഓഫ് ഫണ്ടിങ് ദാറ്റ് വിൽ അഷ്വർ റീപ്ലേസ്മെന്റ്, ഇംപ്രൂവ്മെന്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് വിത്തൗട്ട് ഇമ്പോസിംഗ് ടു മച്ച് കോസ്റ്റ് ബർഡൻ ഓൺ പേഷ്യന്റ് ചാർജസ്. നമ്മളിങ്ങനെ സ്പെസിഫിക് പ്രോഗ്രാം ഓഫ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട സ്പെസിഫിക് പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്യുന്നു. അതായത് ഇപ്പൊ ഒരു ഉപകരണം വന്നാൽ അത് തകരാറായാൽ നമ്മൾ അത് മാറ്റി സ്ഥാപിക്കുന്നു,
പല പല ഏരിയാസിലും മെച്ചപ്പെടുത്തലുകൾ നടത്താറുണ്ട്, വിപുലീകരണങ്ങൾ നടത്താറുണ്ട് അല്ലെ. പല സൗകര്യങ്ങളിലും അവിടുത്തെ ഉപകരണങ്ങളിലും ഒക്കെ ഇതുപോലെയുള്ള മാറ്റങ്ങൾ വരുത്താറുണ്ട്, മെച്ചപ്പെടുത്തൽ നടത്താറുണ്ട്, വിപുലീകരണങ്ങളും നടത്താറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളത് നടത്തുമ്പോൾ ഒരു സ്പെഷ്യൽ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓപ്പറേഷൻസ് ആയിരിക്കണം. അല്ലാതെ ഒരുപാട് ഫണ്ട് ഉപയോഗിച്ച് എന്താണ് ഒരു കണക്കില്ലാതെ ഒരു അളവില്ലാതെ നമ്മൾ ഒരുപാട് ഫണ്ട് ചിലവാക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ ആരിൽ നിന്ന് അത് ഈടാക്കേണ്ടതായിട്ട് വരും. വരുന്ന പേഷ്യൻസിന്റെ ബില്ലിലൂടെ നമ്മൾ അവിടെ ഈടാക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതൊരിക്കലും ഇങ്ങനെയുള്ള വിപുലീകരണങ്ങൾ നടത്തിയാലും മെച്ചപ്പെടുത്തൽ നടത്തുമ്പോഴൊക്കെ ചിലവാകുന്ന ഒരു തുക നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ളതായിരിക്കണം. അതിനനുസരിച്ച് അവിടെ വരുന്ന പേഷ്യൻസിന്റെ ചാർജുകള് ഒരു അമിത ഭാരം നമ്മൾ അവർക്ക് കൊടുക്കാനും പാടില്ല. ഒരുപാട് കേട്ടോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ആ പേഷ്യന്റിന് വരാത്ത രീതിയിൽ ഒരുപാട് ചാർജ് അവരെ ഈടാക്കാത്ത രീതിയിലായിരിക്കണം അവിടെ ഓരോ പ്രോഗ്രാംസും നടപ്പിലാക്കേണ്ടത്. അതിനനുസരിച്ചുള്ള വിപുലീകരണങ്ങളും നടത്തേണ്ടത്. ലാസ്റ്റ് പറയുന്നത് an annual budget plan that will permit the hospital to keep pace with times. അതായത് സമയക്രമത്തിൽ അല്ലെങ്കിൽ ഓരോ സമയം ഹോസ്പിറ്റലിലെ വ്യത്യാസങ്ങൾ വരുന്ന ഓരോ സമയത്തിനനുസരിച്ച് നമുക്ക് ആ ഹോസ്പിറ്റലിനെ നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് പ്ലാനുകളായിരിക്കണം തയ്യാറാക്കി നൽകേണ്ടതെന്ന്. അതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് പ്ലാൻ ആയിരിക്കണം. അപ്പൊ ഒരിക്കലും ഒരു ബഡ്ജറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല ഉൾപ്പെടുത്തേണ്ടത്. ഒരു ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ അതാത് സമയങ്ങളിൽ നിലനിർന്നു പോവാനായിട്ട് അനുവദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ആനുവൽ ബഡ്ജറ്റ് പ്ലാനുകളാണ് നിർമ്മിക്കേണ്ടത്, തയ്യാറാക്കേണ്ടത്. ക്ലിയർ ആണോ? എക്കണോമിക് വയബിലിറ്റി ഡൗട്ട്സ് ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ നമ്മൾ നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് വണ്ണാണ് ഓർഡർലി പ്ലാനിങ്. ഓർഡർലി പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ചിട്ടയായ ആസൂത്രണം നമുക്ക് എങ്ങനെ ചെയ്യാം അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ വളരെ ചിട്ടയായിട്ട് നമുക്ക് എങ്ങനെ ആസൂത്രണം ചെയ്യാം. ഓർഡർലി പ്ലാനിങ് ഷുഡ് ബി അച്ചീവ്ഡ് ബൈ ദ ഹോസ്പിറ്റൽ ത്രൂ ദ ഫോളോയിങ്. താഴെ പറയുന്ന വഴികളിലൂടെ അല്ലെങ്കിൽ മെഷേഴ്സിലൂടെ നമുക്ക് ആ ഒരു ചിട്ടയായ ആസൂത്രണം ഒരു ഹോസ്പിറ്റലിൽ നേടിയെടുക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തതാണ് acceptance by the hospital administrator of primary responsibility for short and long range planning with support and assistance from competent financial, organizational, functional and architectural advisors. എന്താ നല്ലൊരു ചിട്ടയായ ഒരു ആസൂത്രണം നടത്തണമെങ്കിൽ അതിനാരെങ്കിലും ഉത്തരവാദിത്വത്തോടുകൂടി അത് ഏറ്റെടുക്കണം അല്ലെ. ഇപ്പൊ ഇവിടെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നല്ലൊരു പ്ലാനിങ് നടത്തണമെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആരാ ഏറ്റെടുക്കേണ്ടത്? ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു പ്ലാനിങ് നടത്തണമെങ്കിൽ അതിന്റെ ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട വ്യക്തി ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ്, അഡ്മിനിസ്ട്രേഷൻ വിഭാഗം തന്നെയാണ് അതിന്റെ ആ ഒരു പ്രാഥമിക റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അതിപ്പോ ഒരു ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ളൊരു ആസൂത്രണമാവാം, അല്ലെങ്കിൽ ഒരു ലോങ് റേഞ്ച് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു പ്ലാനിങ് ആവാം. അങ്ങനെ ഏതുമായിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രാഥമിക ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇനി ഇങ്ങനെ ഇവരൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു, പക്ഷെ ഇവർക്ക് ഒറ്റയ്ക്ക് അത് നടത്താൻ പറ്റുമോ? അല്ലെങ്കിൽ ആ ഒരു പ്ലാനിങ് ചെയ്യാൻ പറ്റുമോ? ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ അവർക്കത്? ഒരു കാര്യം ഇല്ല അല്ലെ. അപ്പൊ അതിന് അവരെ കുറെ പേര് സഹായിക്കണം വേണ്ടേ. അപ്പൊ അവര് കുറെ പേര് അതേവരെ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ എന്താണ് ഇവർക്ക് ആ ഒരു നല്ല രീതിയിൽ ആ ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള പ്ലാനിങ് ആവാം, അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ലോങ് റേഞ്ച് പ്ലാനിങ് ആവാം. ഇതിന് എന്തുമായിക്കോട്ടെ അത് അവർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവരെ അതിനനുസരിച്ച് സപ്പോർട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായങ്ങൾ കൊടുക്കാനായിട്ട് കോമ്പിറ്റന്റ് ആയിട്ടുള്ള കഴിവുള്ള ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരിക്കും, ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കും, അവിടുത്തെ ഹോസ്പിറ്റലിലെ എല്ലാ സ്ഥാപനത്തിലെ പ്രവർത്തനപരമായ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ആളുകളിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ അഡ്വൈസേഴ്സ്, വാസ്തുവിദ്യ ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട അവരിൽ നിന്നുള്ള സഹായങ്ങളും സപ്പോർട്ടുകളും ഒക്കെ ഇവർക്ക് കിട്ടുമ്പോഴാണ് അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ അവർ ആ ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പ്ലാനിങ്
അതിന് വേണ്ടി ഇവർക്ക് ഈ പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന്, നല്ല കഴിവുള്ള ആളുകളിൽ നിന്ന്, അല്ലെ, കോമ്പറ്റന്റ് എന്ന് പറഞ്ഞാൽ കഴിവുള്ള ആളുകൾ, അങ്ങനെയുള്ള കഴിവുള്ള ഓർഗനൈസേഷണൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളിൽ നിന്ന്, അതുപോലെ ആർക്കിടെക്ചറൽ അഡ്വൈസേഴ്സിൽ നിന്ന്, ഇവരിൽ നിന്നൊക്കെ നല്ലൊരു സപ്പോർട്ടും സഹായവും ഇവർക്ക് ഇതിന് ആവശ്യമായി വരുന്നുണ്ട്. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. രണ്ടാമത്തത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഷോർട്ട് ആൻഡ് ലോങ് റേഞ്ച് പ്ലാനിംഗ് ഒബ്ജക്റ്റീവ്സ് വിത്ത് എ ലിസ്റ്റ് ഓഫ് പ്രയോറിറ്റീസ് ആൻഡ് ടാർഗറ്റ് ഡേറ്റ്സ് ഓൺ വിച്ച് സച്ച് ഒബ്ജക്റ്റീവ്സ് മേ ബി അച്ചീവ്ഡ്. അതായത് ഇപ്പൊ നമ്മളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടു എന്ന് വിചാരിക്കും. നമുക്കൊരു ലക്ഷ്യങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അല്ലെ? ഇപ്പൊ നിങ്ങളിപ്പോ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വന്നിരിക്കുന്നതും ആ ഒരു ലക്ഷ്യം വേണ്ടിയിട്ടില്ല. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിന്റെ ഒരു ലക്ഷ്യം എന്താ? എന്തിനു വേണ്ടിയാ ഈ കോഴ്സ് പഠിക്കുന്നേ? ഒരു ജോലി കിട്ടുക. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെ? നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടി. അപ്പൊ അതുപോലെ നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അതിൽ ചിലതിന് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന കൊടുത്തു വെച്ചിട്ടുണ്ടാവും, അല്ലെ? ഇപ്പൊ നമുക്ക് അതായത് ഒരുപാട് ലക്ഷ്യങ്ങൾ നമുക്ക് നേടാനുണ്ടാവും. പക്ഷെ അതിൽ കുറച്ചും കൂടി മുൻഗണനയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാവും, ഇല്ലേ? ഒരു ജോലി വാങ്ങുക, അല്ലെങ്കിൽ ഒരു വാഹനം ഏതെങ്കിലും ഒരെണ്ണം വാങ്ങുക, അല്ലെങ്കിൽ ഇപ്പൊ ചിലരെയാണെങ്കിൽ ചിലർക്കാണെങ്കിൽ വീട് വെക്കുക, അങ്ങനെയുള്ള കുറച്ച് ആഗ്രഹങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കും, ഇല്ലേ? മുൻഗണന കൊടുത്തു വെക്കാറില്ലേ? ഉണ്ടോ നിങ്ങളുടെ ലൈഫിലേക്ക്? അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള ഇവിടെ ഹോസ്പിറ്റലിലും ഇതുപോലെ നമ്മള് പല പ്ലാനിങ് ചെയ്യുമ്പോ പല ലക്ഷ്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യും, അല്ലെ? ഒരുപാട് നമ്മൾ പ്ലാനിങ് ചെയ്യും. പക്ഷെ എല്ലാം നമുക്ക് ഒരുമിച്ച് ഒരേ സമയത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്താ ചെയ്യുന്നത്? അവിടെയും ഇതുപോലെ പ്രയോറിറ്റീസ് അനുസരിച്ച്, ഈ മുൻഗണന ക്രമത്തിനനുസരിച്ചാണ് അത് ലിസ്റ്റ് ചെയ്യുക. പ്ലാൻ ചെയ്യുന്നത് ഓരോ, അതായത് ആദ്യം എന്ത് ചെയ്യണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആദ്യം പൂർത്തിയാക്കുന്നവരെയാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് അത് ലിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഓരോ ലക്ഷ്യങ്ങളും അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടാർഗറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യും. എന്തിനു വേണ്ടി ഒരു ടാർഗറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മളൊരു PSC എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അവരൊരു നോട്ടിഫിക്കേഷൻ എടുത്ത് ഇത്ര ദിവസത്തിനുള്ളിൽ അതിന് അപ്ലൈ ചെയ്യണം എന്ന് പറയും, അല്ലെ? പറയാറില്ലേ? ആ ഒരു ദിവസത്തിനുള്ളിൽ നമ്മളത് അപ്ലൈ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ഇവിടെയും ആ ഓരോ ലിസ്റ്റ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള ഓരോ ലക്ഷ്യങ്ങൾ, നേടിയെടുക്കേണ്ട ഓരോ ലക്ഷ്യങ്ങളും പ്രയോറിറ്റൈസ് ചെയ്ത് ആദ്യം ചെയ്യേണ്ടവ ഏതാണെന്ന് ക്രമീകരിക്കുന്നു. അതിനുശേഷം അതിനു വേണ്ടിയിട്ട് അത് പൂർത്തിയാക്കേണ്ട ഒരു ദിവസവും ഒരു ടാർഗറ്റ് ഡേറ്റും നമ്മൾ ഇതിനോടൊപ്പം ഫിക്സ് ചെയ്യും. അപ്പൊ ആ ഒരു ടാർഗറ്റ് ഡേറ്റിനുള്ളിൽ നമ്മളത് പൂർത്തിയാക്കണം. അത് ഒരുപാട് നാളെ എന്ത് ചെയ്യുന്നില്ല, അതെങ്ങനെ ലാഗായി പോകുന്നില്ല. കറക്റ്റ് ആ ഒരു ടാർഗറ്റ് നമ്മളോട് അങ്ങനെയല്ലേ? എന്തിനും ഒരു ഡേറ്റ് പറയുമ്പോഴല്ലേ നമുക്ക് ഒരു കുറച്ചും കൂടി ഒന്ന് വേഗം ചെയ്യാനായിട്ടുള്ള സ്പീഡ് കൂടുന്നത്, അല്ലെ? എന്ത് കാര്യത്തിനും ഒരു ഡേറ്റ് പറയുക. ആ ഒരു ടാർഗറ്റ് ഡേറ്റ് വെച്ച് ആ ഒരു പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യാൻ, ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇവിടെ എന്താണ് ശരിക്കും ചിട്ടയായ ആസൂത്രണം നമുക്ക് എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം. അപ്പൊ അതിനുവേണ്ടി ആദ്യത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്ലാനിങ് ആവാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള പ്ലാനിങ് ആവാം. അതിനുവേണ്ടി പ്രാഥമികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഏറ്റെടുക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവർക്ക് ആരുടെയൊക്കെ സഹായങ്ങൾ ആവശ്യമാണ്? കഴിവുള്ള ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകളാവാം, ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളിൽ നിന്നുള്ള സപ്പോർട്ട് ആവാം, അതുപോലെ ആർക്കിടെക്ചറൽ അഡ്വൈസേഴ്സിൽ നിന്നുള്ളൊക്കെയുള്ള സപ്പോർട്ടും സഹായവും അടിസ്ഥാനമാക്കിയാണ് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത്, ഇങ്ങനെ നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഇതുമായി ബന്ധപ്പെട്ട ഷോർട്ട് റേഞ്ച് ആയിക്കോട്ടെ ലോങ് ടൈം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് രൂപപ്പെടുത്തുകയും അത് പ്രയോറിറ്റീസ് അനുസരിച്ച് ലിസ്റ്റ് ചെയ്യുകയും അത് പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു ടാർഗറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ആ ടാർഗറ്റ് ഡേറ്റിനുള്ളിൽ തന്നെ നമുക്കത് നിറവേറ്റാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? ഓക്കെ. മൂന്നാമത്തത്
preparation of a functional program that displays the short-range objectives and the facilities, equipment and staffing necessary to achieve them. അതായത് മൂന്നാമത് പറയുന്നത് ഇത് എങ്ങനെയൊരു നമുക്കൊരു പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കണമെങ്കിൽ, ഒരു ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ അതിന് എന്തൊക്കെ മതിയായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഫങ്ഷണൽ പ്രോഗ്രാം, ഒരു പ്രവർത്തനപരമായിട്ടുള്ള ഒരു പ്രോഗ്രാം രൂപീകരിക്കുക അല്ലെങ്കിൽ തയ്യാറാക്കുക. അതായത് ഇപ്പൊ നമുക്കൊരു ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ അത് വെറുതെ അങ്ങനെ നേടിയെടുക്കാൻ പറ്റില്ല അല്ലെ. അതിനു വേണ്ടി അതിൻ്റെതായിട്ടുള്ള ഫെസിലിറ്റികൾ, സൗകര്യങ്ങൾ നമുക്ക് വേണം. അതിനിപ്പോ ഒരു ഹോസ്പിറ്റൽ ബേസ് ചെയ്യുമ്പോഴാണ് കേട്ടോ, അതിൻ്റെതായ സൗകര്യങ്ങൾ നമുക്ക് വേണം. അതിനിപ്പോ ഒരു ഹോസ്പിറ്റലില് ഒരു സർവീസ് കൊണ്ടുവരിക എന്നതാണ് ഒരു ലക്ഷ്യം എന്ന് വിചാരിക്കുക. ഒരു സർവീസ് കൊണ്ടുവരുന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ ലക്ഷ്യം. അപ്പൊ അവർ ഉദ്ദേശിക്കുന്ന അപ്പൊ ആ ഒരു സർവീസ് കൊണ്ടുവരണമെങ്കിൽ വെറുതെ ഒരു സർവീസ് അങ്ങ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഒരുക്കണം അല്ലെ. ഒരു സർവീസ് കൊണ്ടുവരുമ്പോ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റികൾ ഇവിടെ കൊണ്ടുവരണം വേണ്ടേ? അതിനനുസരിച്ചുള്ള ഉപകരണങ്ങൾ നമ്മൾ അവിടെ സ്ഥാപിക്കണം വേണോ? അതിനനുസരിച്ചുള്ള സ്റ്റാഫുകളെ നിയമിക്കണം അല്ലെ. ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റികള്, എക്യുപ്മെന്റ്സ്, സ്റ്റാഫുകള് മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ സജ്ജീകരിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു സർവീസ് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ആ ഒരു സേവനം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി എന്തൊക്കെ ഫെസിലിറ്റികൾ വേണോ, എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണോ, എന്തൊക്കെ സ്റ്റാഫുകൾ വേണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫങ്ഷണൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രവർത്തനപരമായിട്ടുള്ള ഒരു പ്രോഗ്രാം തയ്യാറാക്കുകയാണ് അടുത്തത്. അങ്ങനെ ആ ഒരു പ്രോഗ്രാം തയ്യാറാക്കിയാൽ അതിനനുസരിച്ച് നമുക്ക് ഈ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, സജ്ജീകരിക്കുന്നു. ക്ലിയർ ആണോ? ഓർഡർലി പ്ലാനിങ്ങിൽ 3 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി. ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സെക്കൻഡ് വണ്ണോ? സെക്കൻഡ് വണ്ണിൽ പറയുന്നത് ഇപ്പൊ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കാം, ഒരു ലക്ഷ്യമായിരിക്കാം, നമുക്കൊരു ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യമായിരിക്കാം. അങ്ങനെ ഏതൊരു ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ അത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആദ്യം നേടേണ്ടത് ഏതാണ് അല്ലെങ്കിൽ ആദ്യം അച്ചീവ് ചെയ്യേണ്ടത് ഏതാണ്, അതിനനുസരിച്ച് പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന കൊടുത്തുകൊണ്ട് അത് ലിസ്റ്റ് ചെയ്യുകയും ആ ഓരോ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ അല്ലെങ്കിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഒരു ടാർഗറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യുകയും ആ ടാർഗറ്റ് ഡേറ്റിനുള്ളിൽ ആ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. കിട്ടിയോ സെക്കൻഡ് വൺ? സുമിയ? ഓക്കെ. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. ക്ലിയർ ആണോ? ഓർഡർലി പ്ലാനിങ് ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് നമ്മള് ഒരെണ്ണോടെ ഉള്ളൂ കേട്ടോ. സൗണ്ട് ആർക്കിടെക്ചറൽ പ്ലാൻ. അപ്പൊ നല്ലൊരു മികച്ച ആർക്കിടെക്ചറൽ പ്ലാൻ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇനി പറയുന്നത്. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ നല്ലൊരു ആർക്കിടെക്ചറൽ പ്ലാൻ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? നമ്മൾ ഒരു വീട് ബിൽഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു പ്ലാൻ നേടണമെങ്കിൽ എന്താണ് ആദ്യം ചെയ്യുക? ഒരു പ്ലാൻ നിർമ്മിക്കണമെങ്കിൽ നമ്മൾ ആരെയാണ് ആദ്യം സമീപിക്കുക?
ഒരു ആർക്കിടെക്റ്റിനെ സമീപിക്കും അല്ലെ, ഒരു എഞ്ചിനീയറിനെയോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെയോ സമീപിക്കുകയാണ് ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെയാണ് ഫസ്റ്റ് വൺ, എൻഗേജിങ് ആൻ ആർക്കിടെക്ട് എക്സ്പീരിയൻസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ. ഹോസ്പിറ്റലിന്റെ ഡിസൈൻ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ അതുപോലെ നിർമ്മാണത്തിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ രൂപകൽപ്പനയിലും ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അനുഭവ പരിചയമുള്ള ഒരു ആർക്കിടെക്റ്റിനെ ഈ ഒരു കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുക അല്ലെങ്കിൽ ഇതിൽ പങ്കാളിയാക്കുക. രണ്ടാമത്തത്, സെലക്ഷൻ ഓഫ് എ സൈറ്റ് ലാർജ് ഇനഫ് ടു പ്രൊവൈഡ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ആൻഡ് അസസ് ഓഫ് പോപ്പുലേഷൻ. എന്താ, നമുക്കൊരു പ്ലാൻ കിട്ടിയാൽ മാത്രം പോരാ, അത് പണിയാനായിട്ടുള്ളൊരു സ്ഥലം കൂടി വേണം അല്ലെ. അപ്പൊ ആ ഒരു സൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ള ഒരു സൈറ്റ് ആയിരിക്കണം? വലിയൊരു സൈറ്റ് ആയിരിക്കണം അല്ലെ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഏരിയ മതിയാവോ? ഇല്ല, വളരെ വലിയ രീതിയിലുള്ള, അതായത് ലാർജ് ആയിട്ടുള്ള ഇടമായിരിക്കണം, ലാർജ് സൈറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും വിപുലീകരണങ്ങൾ നടത്തണമെങ്കിൽ അതും നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ച് സ്പേസ് ഉള്ള ഒരു ഇടമായിരിക്കണം അല്ലെ. ഇപ്പൊ നമ്മൾ പണിയുന്ന ബിൽഡിംഗ് മാത്രം നോക്കിയാൽ പോരാ, ഭാവിയിൽ നമുക്ക് വിപുലീകരണങ്ങൾ നടത്തേണ്ടതായിട്ട് വരാം അല്ലെ. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണും, പുതിയ പുതിയ സർവീസുകൾ കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ബിൽഡിങ്ങുകളൊക്കെ വർദ്ധിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ എക്സ്പാൻഷൻസ് ഒക്കെ നടത്താറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് കാര്യങ്ങള്, ഫ്യൂച്ചർ എക്സ്പാൻഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്നതായിരിക്കണം. അൺഅസസ് ഓഫ് പോപ്പുലേഷൻ, നമ്മുടെ പബ്ലിക്കിന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഇതായിരിക്കും അല്ലെ. അല്ലാതെ ഒരുപാട് ഉള്ളിലേക്ക് കയറിയല്ലോ ഹോസ്പിറ്റലിൽ ഇരിക്കുക, നമ്മുടെ ഏതൊരു ആൾക്കും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഇടത്ത് കൂടിയായിരിക്കണം ഈ ഒരു സൈറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി അങ്ങനെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഒന്നാമത് എന്താ പറഞ്ഞേ, എൻഗേജിങ് ആൻ ആർക്കിടെക്ട് എക്സ്പീരിയൻസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ. ഹോസ്പിറ്റൽ നിർമ്മാണത്തിലും രൂപകൽപ്പനയും നല്ല പരിചയസമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ അനുഭവ പരിചയമുള്ള ഒരു ആർക്കിടെക്റ്റിനെ ഈ ആശുപത്രി നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തുക. രണ്ടാമത് പറഞ്ഞത്, selection of a site large enough to provide for future expansion and access of population. അപ്പൊ ഭാവിയില് വിപുലീകരണം നടത്തുന്ന രീതിയിൽ, അതുപോലെ തന്നെ പബ്ലിക്കിന് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു ഇടം നോക്കി അതിനനുസരിച്ചുള്ള ഒരു ലാർജ് സൈറ്റ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുകയാണ് രണ്ടാമത് പറഞ്ഞത്. ഈ രണ്ടെണ്ണം ക്ലിയർ ആണോ? ഈ രണ്ട് പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ. മൂന്നാമത്തത്, recognizing the need of clear patterns around the hospital to allow movement of hospital staff, patients and visitors and for efficient transportation of supplies. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നേ? നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഏരിയ ഉള്ള ഒരു സ്ഥലം അല്ലെ, ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്, ഒരുപാട് ഏരിയ കവർ ചെയ്യുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് ഒരു ക്ലിയർ പാറ്റേൺ നമ്മൾ അവിടെ ഉണ്ടാക്കിയിരിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. അതായത് ഇപ്പൊ ഹോസ്പിറ്റലിൽ നല്ല രീതിയിലുള്ള മൂവ്മെന്റ്, അവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ശരിയായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം, പേഷ്യൻസിന്, അവിടെ വരുന്ന വിസിറ്റേഴ്സിന്, ആൻഡ് ഫോർ എഫിഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സപ്ലൈ. സാധനങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുപോകാനും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനും കൊണ്ടുപോകാനും അങ്ങനെയുള്ള ആ ഒരു മൂവ്മെന്റ് വളരെ സുഗമമാക്കുന്ന രീതിയിലോ ഒരു ക്ലിയർ പാറ്റേൺ നമ്മൾ അവിടെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ ആയിരിക്കണം തയ്യാറാക്കേണ്ടത് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് വരാനായിട്ട് അതുപോലെ സ്റ്റാഫുകൾക്ക് വരാനും എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അവിടുത്തെ സ്റ്റാഫുകളുടെയും പേഷ്യൻസിന്റെയും വിസിറ്റേഴ്സിന്റെയും അതുപോലെ സാധനങ്ങളുടെയും ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് മൂവ്മെന്റ് അനുവദിക്കുന്ന രീതിയിൽ ഹോസ്പിറ്റലിന് ചുറ്റും ഒരു ക്ലിയർ പാറ്റേൺ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തിരിച്ചറിയുകയും അതിനനുസരിച്ചുള്ള പ്ലാൻ ആയിരിക്കണം തയ്യാറാക്കേണ്ടത്. നാലാമത് പറയുന്നത്, adequate attention to important concepts such as infection control and disaster planning. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുമ്പോൾ ആ ഒരു പ്ലാനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സുപ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ട രണ്ട് ആശയങ്ങളാണ് ഇൻഫെക്ഷൻ കൺട്രോളും ഡിസാസ്റ്റർ
ഡിസാസ്റ്റർ പ്ലാനിങ്ങും ഇൻഫെക്ഷനെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഇപ്പൊ ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് വന്നാൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം, അതിനും കൂടി ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഒരു പ്ലാൻ ചെയ്യേണ്ടത്. അഞ്ചാമത് പറയുന്നത് an architectural design that will permit efficient use of personnel, interchangeability of rooms and provide for flexibility. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് പണിതു, നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മുടെ വീടൊക്കെ പണിത് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മള് വീട്ടിലെ ഇപ്പൊ അമ്മമാരൊക്കെ ആണെങ്കിൽ കിച്ചണിൽ ചെന്ന് പണിയുന്ന സമയത്ത് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പണിത് കഴിഞ്ഞ് അവര് വീട്ടിൽ ചെന്ന് നമ്മൾ താമസിച്ചൊക്കെ തുടങ്ങുമ്പോ അവര് പറയാറില്ലേ, ഈ ഒരു അടുക്കളയ്ക്ക് അത്രയും കിച്ചണിന് അത്രയും സ്പേസ് ഒന്നും ഇല്ല, ഇച്ചിരി കൂടി വേണമായിരുന്നു എന്നൊക്കെ തോന്നാറില്ലേ? ഇല്ലേ? നമ്മുടെ അമ്മമാരെ അല്ലെങ്കിൽ നമുക്കാണെങ്കിലും ഒക്കെ തോന്നാറില്ലേ? പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ, ഇങ്ങനെയല്ലായിരുന്നു അങ്ങനെ മതിയായിരുന്നു എന്നൊക്കെ തോന്നാറില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യുമ്പോഴും അവിടുത്തെ ജീവനക്കാർക്ക് അത് വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും. അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഒക്കെ വെച്ച് എല്ലാ തരത്തിലുമുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റികളും ഉൾപ്പെടുത്തി അങ്ങനെ അപ്പൊ അവിടുത്തെ ജീവനക്കാർക്ക് നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ ഒരു ഡിസൈൻ രൂപകൽപ്പന ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം interchangeability of rooms എന്ന് വെച്ചാൽ പ്രൊവൈഡ് ഫോർ ഫ്ലെക്സിബിലിറ്റി. ഒരു വഴക്കം, അതായത് നമുക്ക് റൂമുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഒരു റൂം തന്നെ നമുക്ക് പാർട്ടീഷൻ ചെയ്ത് രണ്ടാക്കാം, അല്ലേ? അതല്ല എങ്കിൽ അത് ഒറ്റ റൂം അല്ലെങ്കിൽ ഒറ്റ ഹോള് പോലെയാക്കാം. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ഇല്ലേ? കണ്ടിട്ടില്ലേ? ഇപ്പൊ ഒരു റൂം അങ്ങനെ എന്താ ഹോസ്പിറ്റൽ റൂമുകള് അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലൊക്കെ എങ്ങനെയാണ്? അവിടെ നമ്മുടെ റൂമായിട്ട് ഭിത്തികൾ ഉപയോഗിച്ചാണോ അവിടെ എന്ത് ചെയ്യുന്നത്, ബിൽഡ് ചെയ്തിരിക്കുന്നത്? ആണോ? അല്ല, അല്ലെ? സ്ക്രീനുകളൊക്കെ വെച്ച് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭാവിയിൽ എപ്പോ വേണമെങ്കിലും നമുക്ക് ഈ ഒരു റൂമുകള് ചേഞ്ച് ചെയ്യാം, മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കണം. അപ്പൊ അതിനനുസരിച്ചായിരിക്കണം. അപ്പൊ ഒരു ബിൽഡിംഗ് ഒക്കെ പണിത് കഴിയുമ്പോൾ ഒരു ഹോളൊക്കെ ആയിട്ട് നിന്ന് ആവശ്യത്തിന് അത്യാവശ്യം സ്പേസ് ഉള്ള ഹോളുകള് നമുക്ക് റൂമുകളായിട്ട് തിരിക്കാനുള്ള സൗകര്യങ്ങൾ വേണം. ഇനി നമുക്കിപ്പോ പിന്നീട് നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പോൾ അവിടെ റൂം വേണ്ട എങ്കിൽ അത് മാറ്റാനുള്ള സൗകര്യങ്ങൾ. അപ്പൊ അതിനനുസരിച്ച് അവിടെ ബിൽഡിംഗ് ആണ്, നമ്മുടെ സാധാരണ ബ്ലോക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിംഗ് ആണെങ്കിൽ അത് പൊളിച്ച് മാറ്റേണ്ടതായിട്ട് വരും. പിന്നീട് സ്ക്രീനോ കാര്യങ്ങളോ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ അധികം വരുന്നില്ല, അല്ലെ? പൊളിച്ച് മാറ്റുന്ന ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള വഴക്കമുള്ള രീതിയിലായിരിക്കണം ആ ഒരു ഡിസൈൻ എപ്പോഴും രൂപകൽപ്പന ചെയ്യേണ്ടത്. ഈ ഒരു 5 പോയിന്റ്സും ഒരു നല്ല മികച്ച ആർക്കിടെക്ചറൽ പ്ലാൻ കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ആണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് പറഞ്ഞത് നല്ലൊരു അനുഭവ പരിചയമുള്ള ഹോസ്പിറ്റൽ മേഖലയില് ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നവരും അതുപോലെ തന്നെ രൂപകൽപ്പന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവ പരിചയമുള്ള ഒരു ആർക്കിടെക്റ്റിനെ ഇതിൽ പങ്കാളിയാക്കുക. രണ്ടാമത് പറഞ്ഞത് നമ്മുടെ നല്ലൊരു വലിയൊരു സൈറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഭാവിയിലേക്ക് വിപുലീകരണം നടത്താനും എല്ലാ ആളുകൾക്കും എളുപ്പം എത്തിച്ചേരാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സൈറ്റ് കണ്ടെത്തി അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത്. മൂന്നാമത് പറയുന്നത് ഒരു ക്ലിയർ പാറ്റേൺ എന്ത് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക അല്ലെങ്കിൽ അംഗീകരിക്കുക. അതായത് അവിടുത്തെ ആ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ ആയിക്കോട്ടെ, സ്റ്റാഫുകളുടെ ആയിക്കോട്ടെ, വിസിറ്റേഴ്സിന്റെ ആയിക്കോട്ടെ, സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ ഒരു നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലിയർ പാറ്റേൺ രൂപകൽപ്പന ചെയ്യുക. നാലാമത് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഈ ഒരു ഡിസൈൻ രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രദ്ധ കൊടുക്കേണ്ടത് ഇൻഫെക്ഷൻ കൺട്രോളും അതുപോലെ തന്നെ ഡിസാസ്റ്റർ പ്ലാനിങ്ങുമാണ്. അഞ്ചാമത് പറയുന്നത് ഈ ഒരു ഡിസൈൻ ആർക്കിടെക്ചറൽ ഡിസൈൻ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൽ വളരെ അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ പേഴ്സണൽസ് അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന് വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം തയ്യാറാക്കേണ്ടത്. അതോടൊപ്പം തന്നെ നല്ലൊരു ഫ്ലെക്സിബിലിറ്റി, നമുക്ക് എപ്പോ വേണമെങ്കിലും റൂമുകളിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യണം. വേഗം ഒന്ന് വായിച്ചു നോക്കി സൗണ്ട് ആർക്കിടെക്ചറൽ
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. വായിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണോ? സൗണ്ട് ആർക്കിടെക്ചറൽ പ്ലാൻ. ഓക്കെ ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ചോദ്യം വരാറുള്ളതാണ് കേട്ടോ. ഇൻക്ലൂഡഡ് ആയത് ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ സൗണ്ട് നല്ലൊരു ആർക്കിടെക്ചറൽ മികച്ചൊരു ആർക്കിടെക്ചറൽ പ്ലാനിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ അല്ലെങ്കിൽ കൊടുക്കേണ്ട ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് ഏതാണ്? അതായത് ഇൻഫെക്ഷൻ കൺട്രോളും ഡിസാസ്റ്റർ പ്ലാനിങ്ങുമാണ്. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെഡിക്കൽ ടെക്നോളജി ആൻഡ് പ്ലാനിങ്. ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് കിടക്കാണ്, മെഡിക്കൽ ടെക്നോളജി ആൻഡ് പ്ലാനിങ്. ഇവിടെ നമ്മൾ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കുറെ മെഷേഴ്സ് അല്ലെങ്കിൽ അവിടെ അഡോപ്റ്റ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ മെഡിക്കൽ ടെക്നോളജി ആൻഡ് പ്ലാനിങ്, അതായത് ഒരു ഹോസ്പിറ്റലിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഉയർന്ന ഗുണനിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആസൂത്രണങ്ങളാണ് വേണ്ടത്, അതാണ് ഇവിടെ പറയുന്നത്. Okay, developments in medical technology are taking place so rapidly that now the use of sophisticated technology determines professional status. അതായത് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു നമ്മുടെ കാലഘട്ടത്തില് ഡെവലപ്മെന്റ്സ് ഇൻ മെഡിക്കൽ ടെക്നോളജിയിൽ വരുന്ന വികസനങ്ങൾ എന്ന് പറയുന്നത് വളരെ വേഗത്തിലാണ് നടക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ചെയ്യുന്ന ഉപകരണങ്ങളായിരിക്കില്ല ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചെയ്യുന്നത്. കാരണം അതിനനുസരിച്ച് പലതരത്തിലും വളരെ വേഗത്തിൽ അവിടെ വികസനങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. The use of sophisticated technology determines professional status. എന്താ, വളരെ അത്യാധുനികമായുള്ള സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം എന്ന് പറയുന്നത് അത് ആ സ്ഥാപനത്തിന്റെ എന്തിനെ നിർണ്ണയിക്കുന്നു എന്നാ പറയുന്നത്? പ്രൊഫഷണൽ സ്റ്റാറ്റസിനെ. നമ്മൾ ചെയ്തിട്ട് പ്രൊഫഷണൽ സ്റ്റാറ്റസിനെയാണ് നിർണ്ണയിക്കുന്നത്, അല്ലെ? ഒരു സാധാരണ ഹോസ്പിറ്റലിൽ ചെന്നു, അവിടെ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റികളോ ഉപകരണങ്ങളോ കാര്യങ്ങളോ ഇല്ല. എന്നാൽ മറ്റൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവിടെ വളരെ അത്യാധുനിക രീതിയിലുള്ള പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകളോ ഉപകരണങ്ങളോ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ അവരവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഏതിനാണ് പ്രൊഫഷണൽ പരമായി തൊഴിൽപരമായി ഏത് സ്ഥാപനത്തിനാണ് സ്റ്റാറ്റസ് കൂടുതലുള്ളത് അല്ലെങ്കിൽ നല്ലൊരു പദവിയിൽ നിൽക്കുന്നത്? അപ്പൊ ഏതിനാ? ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്ന സ്ഥാപനത്തിന് തന്നെയായിരിക്കും, അല്ലെ? അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ പദവി ലഭിക്കുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? അവിടെ ഉപയോഗിക്കുന്ന സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജീസ്, വളരെ അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം ആ ഒരു സ്ഥാപനത്തിന്റെ പ്രൊഫഷണൽ സ്റ്റാറ്റസിനെ നിർണ്ണയിക്കുന്നു. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ചോദിക്കാറുണ്ട് കേട്ടോ. എങ്ങനെയാണ് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി എന്തിനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? പ്രൊഫഷണൽ സ്റ്റാറ്റസിനെയാണ്. Then the diffusion of medical technology, shortage of resources constantly plays on the minds of the planners. നമുക്കറിയാം ഇങ്ങനെയുള്ള മെഡിക്കൽ ടെക്നോളജീസിന്റെ വികസനം വർദ്ധിച്ചു വരുന്നു, അതിന്റെ വ്യാപനം, അതോടൊപ്പം തന്നെ ഷോർട്ടേജ് ഓഫ് റിസോഴ്സസ്. ഇങ്ങനെയുള്ള എന്താണ് മെഡിക്കൽ ടെക്നോളജീസ് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ അതിനനുസരിച്ചുള്ള വിഭവങ്ങൾ നമ്മുടെ കയ്യിൽ വേണം, അല്ലെ? അപ്പൊ അതിനനുസരിച്ചുള്ള ഫണ്ടുകൾ വേണം, അതിനനുസരിച്ചുള്ള സ്റ്റാഫുകൾ വേണം. അപ്പൊ അങ്ങനെയുള്ള വിഭവങ്ങളും നമ്മുടെ കയ്യിൽ വേണം, റിസോഴ്സസ്, അല്ലെ? അതിന്റെ കുറവ്, ലഭ്യതക്കുറവ് അല്ലെങ്കിൽ ഷോർട്ടേജ്, എന്താണ് ലഭ്യതയില്ലായ്മ, ഇതെല്ലാം എപ്പോഴും ഒരു പ്ലാനറിന്റെ, ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തകളാണ്. അപ്പോൾ എപ്പോഴും നമ്മളൊരു നല്ല ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ വളരെ അത്യാധുനികമായിട്ടുള്ള പലതരത്തിലുള്ള ടെക്നോളജീസ് കൊണ്ടുവരണമെന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ നമ്മുടെ മനസ്സിൽ അതേ സമയം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ് എന്താ? ഷോർട്ടേജ് ഓഫ് റിസോഴ്സസ്. മതിയായ ചിലപ്പോൾ ഫണ്ട് ഉണ്ടാവില്ല, ശരിയായ രീതിയിലുള്ള നമ്മുടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള വിഭവങ്ങളുടെ ഒരു അഭാവവും ഇതുപോലെയുള്ള രണ്ട് കാര്യങ്ങളും തമ്മിൽ നമുക്കൊന്ന് എന്ത് ചെയ്യാൻ ബന്ധിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്ലാനറിന്റെ മനസ്സിൽ വരുന്ന ചിന്താഗതികളിൽ ഒന്നാണ്. നെക്സ്റ്റ് പറയുന്നത്, even in Western countries, the rational planning for medical technology is an evasive subject. The workshop on problems of planning of health service in urban area in Europe felt that the rational planning is
aided by a hospital hierarchy of specialization. എന്ന് വെച്ചാല് ഇവൻ വെസ്റ്റേൺ കൺട്രീസിൽ ഉൾപ്പെടെ നമ്മുടെ ഒരു റാഷണൽ പ്ലാൻ എന്ന് വെച്ചാൽ എന്താ, ഒരു യുക്തിസഹമായിട്ടുള്ള ഒരു ആസൂത്രണം, മെഡിക്കൽ ടെക്നോളജി മേഖലയില് ഒരു യുക്തിസഹമായിട്ടുള്ള ഒരു ആസൂത്രണം പലപ്പോഴും ഒഴിഞ്ഞു മാറുന്ന ഒരു വിഷയമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഇപ്പൊ ഇവിടെ ഇതിന്റെ വർക്ക്ഷോപ്പ് പ്രോബ്ലംസ് ഓഫ് പ്ലാനിങ് ഓഫ് ദ ഹെൽത്ത് കെയർ സർവീസസ് ഇൻ അർബൻ ഏരിയാസ്. അപ്പൊ ഇവിടെ യൂറോപ്പില് ഒരു വർക്ക്ഷോപ്പ് നടത്തുകയുണ്ടായി. അപ്പൊ ആ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അർബൻ ഏരിയയിലുള്ള ഹെൽത്ത് സർവീസുകളുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ എന്താണോ അതിനെ കുറിച്ചുള്ള ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു നടത്തിയിരുന്നത്. അങ്ങനെ ആ ഒരു വർക്ക്ഷോപ്പിലൂടെ ദാറ്റ് rational planning is aided by hospital hierarchy of specialization by National Review Agency which has strong links with similar agencies in other countries. അതായത് ഈ ഒരു വർക്ക്ഷോപ്പിലൂടെ മനസ്സിലായത് ഇപ്പൊ അർബൻ ഏരിയാസിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് ഏരിയയിലെ ഹെൽത്ത് സർവീസുകളുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങിൽ അവര് എന്താണ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് അവർ ഫേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസിൽ ഒന്നല്ല, ആ പ്രോബ്ലത്തെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാല് അതിനു വേണ്ടി ഒരു യുക്തിസഹമായിട്ടുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ആസൂത്രണമാണ് നടത്തേണ്ടത്. അതിനുവേണ്ടി എയ്ഡഡ് ബൈ എ ഹോസ്പിറ്റൽ ഹൈറാർക്കി ഓഫ് സ്പെഷ്യലൈസേഷൻ, അതായത് ഹോസ്പിറ്റലിൽ പല സ്പെഷ്യലൈസേഷൻസുമായി ബന്ധപ്പെട്ട ഒരു ശ്രേണി കൊണ്ടുവരിക എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുകൾ എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുകളില് പലതരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് സർവീസുകൾ തരുന്നില്ലേ? തരുന്നുണ്ടോ? ഇപ്പൊ നമ്മളൊരു എന്താണ് ഇപ്പൊ പറയാ, ഇപ്പൊ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള പലതരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ തരുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ശ്രേണി കൊണ്ടുവരിക എന്നതാണ് ഈ പറയുന്ന പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട പ്രോബ്ലത്തിന് ഒരു പരിഹാരം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇപ്പൊ നല്ലൊരു ഹോസ്പിറ്റലിൽ നല്ലൊരു സർവീസ് കൊടുക്കാൻ പറ്റുന്നില്ല, ഇപ്പൊ നമ്മളൊരു ജനറൽ ആയിട്ട് കൊടുക്കുന്ന സർവീസുകൾ മതിയാവില്ല എങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ലഭ്യമാണ്. അപ്പൊ അത് അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത് യൂറോപ്പിൽ നടന്ന ഈ ഒരു വർക്ക്ഷോപ്പ് ഓൺ പ്രോബ്ലംസ് ഓഫ് പ്ലാനിങ് ഓഫ് ഹെൽത്ത് സർവീസസ് ഇൻ അർബൻ ഏരിയ എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതിനുവേണ്ടി കൂടുതലും അതിനെ പിന്തുണച്ചത് നാഷണൽ റിവ്യൂ ഏജൻസി അല്ലെങ്കിൽ ദേശീയ അവലോകന ഏജൻസികള്. അത് എന്താണ്, സ്ട്രോങ് കണക്ഷൻ വിത്ത് അതർ ഏജൻസീസ്, മറ്റു കൺട്രികളിലെ അതേപോലത്തെയുള്ള ഏജൻസികളുമായിട്ട് സ്ട്രോങ് കണക്ഷൻ ഉള്ള ഒരു ബന്ധമുള്ള ഈ നാഷണൽ റിവ്യൂ ഏജൻസി അല്ലെങ്കിൽ ദേശീയ അവലോകന ഏജൻസി വഴി പറയുന്ന അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾ മൂലം അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടുകൂടി ഈ ഒരു വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് ഈ പ്രോബ്ലത്തിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് ശരിക്കും ഹോസ്പിറ്റലില് സ്പെഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു ശ്രേണി കൊണ്ടുവരിക എന്നതായിരുന്നു. Specialized coronary care was established and there was great difference to formal control time. അതായത് അങ്ങനെ ഈ ഒരു വർക്ക്ഷോപ്പിന്റെ ഫലമായിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൊറോണറി കെയർ യൂണിറ്റുകൾ തുടങ്ങുകയുണ്ടായി. അങ്ങനെ അത് സ്ഥാപിതമായി കഴിഞ്ഞപ്പോൾ and there was a great difference to formal control trials. നമ്മൾ ഔപചാരികമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന സാധാരണ പരീക്ഷണങ്ങളിൽ നിന്നും ഒരു വെല്ലുവിളിയായിട്ട് അല്ലെങ്കിൽ അതിനേക്ക് ഒരു അവഹേളനമായിട്ടാണ് ഈ ഒരു സ്പെഷ്യലൈസ്ഡ് കൊറോണറി കെയർ എന്ത് ചെയ്തത്, സ്ഥാപിച്ചത്. അപ്പൊ അങ്ങനെ അതെന്താണ്, സ്പെഷ്യലൈസേഷനുകളിലേക്ക് വരികയാണ്. അപ്പൊ മുൻപ് നമ്മൾ എങ്ങനെയായിരുന്നു എല്ലാത്തിനും ഒരൊറ്റ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളോ കാര്യങ്ങളായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ അപ്പൊ അതിനനുസരിച്ച് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള സർവീസുകള് കൊടുക്കാൻ പറ്റാതെ വരുന്നു. അപ്പൊ ഈ ഒരു വർക്ക്ഷോപ്പിന്റെ ഫലമായിട്ട് എന്താണ് അവിടെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ കണ്ടെത്തലുകളിൽ നടത്തിയത്, അവിടെ ഒരു ഹൈറാർക്കി ഓഫ് സ്പെഷ്യലൈസേഷൻ വേണം അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു ശ്രേണി നിർമ്മിക്കണം. അതിന്റെ ഫലമായിട്ട് സ്പെഷ്യലൈസ്ഡ് കൊറോണറി കെയർ യൂണിറ്റുകൾ എന്ത് ചെയ്തു, സ്ഥാപിതമായി. ഇത് സാധാരണ അവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫോർമൽ ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന ആ ഔപചാരികമായിട്ടുള്ള ആ ഒരു പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പരീക്ഷണം അവർ നടത്തിയത്. So some studies suggest that admission to CCU എന്ന് പറയുന്നത് കൊറോണറി കെയർ യൂണിറ്റ് കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഒന്ന് എഴുതി വെച്ചേ, കൊറോണറി കെയർ യൂണിറ്റ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ CCU സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കൊറോണറി കെയർ യൂണിറ്റിനെയാണ് CCU എന്ന് പറയുന്നത്. ഈ ഒരു CCUയിലോട്ടുള്ള അഡ്മിഷൻ അവിടെ തമിഴ്നാട്ടിൽ നടത്തിയ ചില പഠനങ്ങളിൽ പറഞ്ഞത് ഈ CCU എന്ന് പറഞ്ഞ ഇസ് നോട്ട് ബെറ്റർ ദാൻ ട്രീറ്റ്മെന്റ് അറ്റ് ഹോം, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ചികിത്സയേക്കാൾ മികച്ചതല്ല ഒന്നും എന്ന് അന്നാളിലെ ചില പഠനങ്ങൾ പറഞ്ഞെങ്കിൽ പോലും ഇവർ ഈ ഒരു പരീക്ഷണത്തിൽ നിന്നും പിന്നോട്ട്
പോകാൻ തയ്യാറായില്ല. So, however, the professional as well as popular view of this unit is so entrenched that it is often difficult to plan for the proper use of these expensive facilities. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇവരിങ്ങനെയുള്ള പല പഠനങ്ങളും ഇങ്ങനെ ഇത് ചെയ്ത് ചില പഠനങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ CCU എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ യൂണിറ്റുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അതിന്റെ പകരം നമ്മുടെ വീട്ടിലെ ചികിത്സയേക്കാൾ മികച്ചതല്ല മറ്റൊന്നും എന്നൊക്കെ അന്ന് പല പഠനങ്ങളിലും പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇവരിത് പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. മറിച്ച് അത് മുന്നോട്ട് തന്നെ പ്രോഗ്രസീവ് ആയിട്ട് പോവുകയും അതിനനുസരിച്ച് പല പ്രൊഫഷണൽസിന്റെയും ഇതുമായി ബന്ധപ്പെട്ട പല പ്രൊഫഷണൽസും അതുപോലെ പോപ്പുലർ ആയിട്ടുള്ള പല ആളുകളുടെയും ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നും ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ ഉയർന്നു വരികയും പക്ഷെ എന്താണ് ഇതിന്റെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു കെയർ യൂണിറ്റ് തുടങ്ങണമെങ്കിൽ നമുക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫെസിലിറ്റികൾ വേണം അല്ലേ. ഒരു കൊറോണ എന്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ യൂണിറ്റ് തുടങ്ങണമെങ്കിൽ അത് കുറച്ച് എക്സ്പെൻസീവ് അല്ലേ. നമുക്ക് സാധാരണ ഒരു സർവീസ് കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എപ്പോഴും അത് എക്സ്പെൻസീവ് ആണ്. കാരണം അതിനനുസരിച്ചുള്ള ഉപകരണങ്ങൾ ഫെസിലിറ്റികൾ എല്ലാം നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലെ. അതാണ് ഇതിന്റെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാൻ ആസൂത്രണം ചെയ്ത് ശരിയായ രീതിയിൽ അത് നമുക്ക് ഉപയോഗപ്രദമായിട്ട് കൊണ്ടുവരണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിലവേറിയ സൗകര്യങ്ങളാണ് അവിടെ വേണ്ടത്. അത് മാത്രമാണ് ഇതിനൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അല്ലാത്ത രീതിയിൽ നോക്കിയാൽ ഏറ്റവും മികച്ചതാണ് നമുക്ക് ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള യൂണിറ്റുകളിലൂടെ നമുക്ക് കിട്ടുന്ന പരിചരണം എന്ന് പറയുന്നത്. ക്ലിയറാണോ? അപ്പൊ എന്തൊക്കെയാണ് അവിടെ ആ ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒന്നാമത് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ടെക്നോളജീസ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട് വികസനങ്ങൾ എന്ന് പറയുന്നത് വളരെ വേഗത്തിലാണ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം എന്ന് പറയുന്നത് അത് എന്തിനെ നിർണ്ണയിക്കുന്നു? പ്രൊഫഷണൽ സ്റ്റാറ്റസിനെ നിർണ്ണയിക്കുന്നു. അത് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിസ് പറയുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് ഇങ്ങനെ. രണ്ടാമത് ഇന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ഓഫ്, അപ്പൊ ഇങ്ങനെയുള്ള മെഡിക്കൽ ടെക്നോളജീസ് കൊണ്ടുവരണം, ഒരു ഭാഗത്ത് കൊണ്ടുവരണം, മറ്റൊരു ഭാഗത്ത് നമുക്ക് ഇത് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളുടെ അഭാവവും, ഇങ്ങനെയുള്ള ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒരുപോലെ ബാലൻസ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഏതൊരു പ്ലാനറിന്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ്. ഈ വെസ്റ്റേൺ കൺട്രീസിൽ പോലും ഒരു യുക്തിപരമായിട്ടുള്ള ഒരു ആസൂത്രണം പലപ്പോഴും ഒഴിവാക്കി വിടുകയാണ് ചെയ്യാറ്. അപ്പൊ അതിനെ പറ്റി ഒരു വർക്ക്ഷോപ്പ് യൂറോപ്പിൽ നടത്തുകയും അങ്ങനെ ആ ഒരു വർക്ക്ഷോപ്പിന്റെ ഫലമായിട്ട് ഒരു യുക്തിപരമായിട്ടുള്ള ഒരു ആസൂത്രണമാണ് എപ്പോഴും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ചിന്തകളിൽ വേണ്ടത്. അതിനനുസരിച്ച് അവരുടെ സ്പെഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ ഒരു ശ്രേണി നിർമ്മിക്കുക. അങ്ങനെ അത് പല നാഷണൽ റിവ്യൂ ഏജൻസിയുടെ ഫലമായിട്ടാണ് സപ്പോർട്ട് ചെയ്ത പല സ്ഥാപനങ്ങളും പല കൺട്രീസിൽ നിന്ന് വന്നു. അങ്ങനെ ദേശീയാവലോകന കമ്മിറ്റി ഏജൻസിയുടെ ആ ഒരു കാഴ്ചപ്പാട് വഴി നമ്മൾ പുതിയതായിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് കൊറോണറി കെയർ അവിടെ ഇത് ചെയ്തു സ്ഥാപിക്കുകയുണ്ടായി. ആൻഡ് there was a great defiance to formal control trials. നമ്മൾ ഔപചാരികമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന പല പരീക്ഷണങ്ങളെയും വെല്ലുവിളിക്കുന്നതായിരുന്നു ഇങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കൊറോണറി കെയർ യൂണിറ്റുകൾ സ്ഥാപിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ചോദിക്കാവുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് CCUന്റെ എക്സ്പാൻഷൻ. ചോദിക്കാറുണ്ട് കേട്ടോ. കൊറോണറി കെയർ യൂണിറ്റ് ഒന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ. ചോദിക്കാനുള്ള ഭാഗമാണ് CCUന്റെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. ചില സ്റ്റഡീസ് പറഞ്ഞു ഇങ്ങനെ ഒരു കൊറോണറി കെയർ യൂണിറ്റ് കൊണ്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല, മറിച്ച് നമ്മുടെ വീട്ടിലെ ചികിത്സയേക്കാൾ ബെറ്റർ അല്ല ഇത് എന്നൊക്കെ പല സ്റ്റഡീസും അന്നാളിൽ പറഞ്ഞിരുന്നു. പക്ഷെ ഇതിനകത്ത് കേട്ട് പിന്നോട്ട് പോവാതെ മറിച്ച് അവർ എന്ത് ചെയ്തു, പല പ്രൊഫഷണൽസും ഇതുമായി ബന്ധപ്പെട്ട പല പഠനങ്ങൾ നടത്തുകയും അതുപോലെ പോപ്പുലർ ആയിട്ടുള്ള പല കാഴ്ചപ്പാടുകളിലൂടെയും നമുക്ക് മനസ്സിലായി ഈ യൂണിറ്റുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഒരു യുക്തിപരമായിട്ടുള്ള ചിന്താഗതി വളരെ മികച്ചതാണെന്ന് മനസ്സിലാക്കുകയും പക്ഷെ ഇതിന്റെ ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാൻ നമ്മൾ നല്ല രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സ്പെൻസീവ് ഫെസിലിറ്റികൾ വേണം അല്ലെ. വളരെ ചിലവേറിയിട്ടുള്ള സൗകര്യങ്ങൾ നമുക്ക് ഇതിനു വേണ്ടി വേണം. അത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിനു വേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ ആ ഒരു ഭാഗം? ഓക്കെ. ദെൻ അടുത്തത് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണോ? ഫസ്റ്റ് ഇമ്പോർട്ടന്റ് മിസ് പറഞ്ഞത് പ്രൊഫഷണൽ സ്റ്റാറ്റസിന്റെ ഇല്ലേ ഫസ്റ്റ് പാരഗ്രാഫില് ഫസ്റ്റ് പോയിന്റ് ഇല്ലേ, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ CCUന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്.
Okay. Then next നോക്കിയേ റീജിയണലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ സർവീസ്, ആശുപത്രി സേവനങ്ങളുടെ പ്രാദേശികവൽക്കരണം. ഇത് നിങ്ങൾക്ക് അറിയാം, ഇത് കുറച്ച് കഴിഞ്ഞ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ആ ഒരു റീജിയണലൈസേഷൻ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. റീജിയണലൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രാദേശികവൽക്കരണം, ഹോസ്പിറ്റൽ സർവീസുകളുടെ പ്രാദേശികവൽക്കരണം. Hospitals and other healthcare institutions have traditionally remained individualistic, independent of each other. എന്ന് വെച്ചാൽ എന്നാ, ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, എല്ലാം അത് പരമ്പരാഗതമായി എന്ത് ചെയ്യുന്നു, പരസ്പരം സ്വതന്ത്രമായിട്ട് നിലകൊള്ളുന്ന സ്ഥാപനങ്ങളാണ് അല്ലെ. അല്ലാതെ ഇതെല്ലാം കൂടി ഒരുമിച്ചാണോ വർക്ക് ചെയ്യുന്നത്? അല്ല. ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അത് പരമ്പരാഗതമായിട്ട് ഒരു സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് അല്ലെ. On the contrary, they should be coordinated in order to make up a system of medical and health care which provides services on an area wise basis. ഒരു ഏരിയ വൈസ് ബേസിസിൽ അല്ലെങ്കിൽ ഒരു പ്രാദേശിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ അടിസ്ഥാനമാക്കി അവർക്ക് നല്ല രീതിയിലുള്ള സർവീസുകൾ കൊടുക്കുന്നതിന് വേണ്ടി മെഡിക്കൽ പരമായിട്ടും ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനം നമുക്ക് അവിടെ രൂപപ്പെടുത്തണമെങ്കിൽ അവിടെ ഒരു ഹോസ്പിറ്റൽ മാത്രം വിചാരിച്ച് നടക്കൂ? പറ്റുമോ? അവർക്ക് എല്ലാ വിധത്തിലുമുള്ള മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ കൊടുക്കണമെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മാത്രം വിചാരിച്ചാൽ ആ ഒരു ഏരിയ വൈസ് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ അടിസ്ഥാനമാക്കി അവർക്ക് നല്ല രീതിയിലുള്ള പരിചരണങ്ങളും എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒരു ഹോസ്പിറ്റൽ മാത്രം വിചാരിച്ചാൽ പറ്റോ? ഇല്ല. അത് ആ ഒരു പ്രദേശത്തുള്ള ഹോസ്പിറ്റലുകളും മറ്റു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാവരും കൂടി ഒരുപോലെ കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ചില സർവീസുകൾ ഉണ്ടാവാം, ചില സർവീസുകൾ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ മറ്റേ ഹോസ്പിറ്റലായിരിക്കും ചിലപ്പോൾ അടുത്ത സർവീസുകൾ ഉണ്ടാവുന്നത്. അതുപോലെ ഓരോ സ്ഥാപനങ്ങളിലും ഇല്ലാത്തത് ഉണ്ടാവാം, ഉണ്ടാവുന്നത് കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. എപ്പോഴും ഒരു ഏരിയ വൈസ് ബേസിസിൽ ഒരു പ്രദേശ അടിസ്ഥാനമാക്കി നമ്മൾ നോക്കുമ്പോ അവർക്ക് നല്ല രീതിയിലുള്ള മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയറുകള് സംവിധാനങ്ങൾ കൊടുക്കണമെങ്കിൽ അതിനു വേണ്ടി ഈ പറയുന്ന ഇൻഡിവിജ്വൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ എല്ലാ സ്ഥാപനങ്ങളും അത് എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. ഇത്രയും ക്ലിയർ ആണോ? അതെന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ആ 2 പോയിന്റ്സ് പറഞ്ഞത് ക്ലിയർ ആണോ? ആണോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാതിരിക്കുന്നേ? Okay. Then, however, this cannot become possible without active involvement of the government. ഇനി ഇതെങ്ങനെ നമുക്ക് സാധ്യമാകും? ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് കൊണ്ട് അല്ലെ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ അവിടെ ഗവൺമെന്റ് ഫണ്ടുകളും കാര്യങ്ങളും അനുവദിക്കണ്ടേ? അപ്പൊ ഇവിടെ എപ്പോഴും നമുക്കിത് ഗവൺമെന്റിന്റെ എന്താണ് ആ ഒരു ഇൻവോൾവ്മെന്റ്, ആക്റ്റീവ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ സർക്കാരിന്റെ സജീവമായിട്ടുള്ള ഒരു ഇടപെടലുകൾ ഇല്ലെങ്കിൽ നമുക്കിതൊരിക്കലും സാധ്യമാവുകയുമില്ല. So, apart from the USSR, Chile and Great Britain, where complete regionalization of medical care has taken place. Few other countries have reorganized the hospital system along these lines. In which ഇപ്പൊ നമ്മുടെ USSR, Chile, Great Britain മുതലായിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം ഒരു പൂർണ്ണമായിട്ടുള്ള മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട ഒരു പ്രാദേശികവൽക്കരണം നടന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ റീജിയണലൈസേഷൻ നടന്നു കഴിഞ്ഞു. ആൻഡ് ഫ്യൂ അതർ കൺട്രീസ്, മറ്റു പല കൺട്രികളും ഇതേപോലെ അവർ തുടർന്നുകൊണ്ടിരുന്ന പരമ്പരാഗത രീതികളിൽ നിന്നും വ്യത്യാസം വരുത്തി ഇതേ രീതികൾ ഫോളോ ചെയ്യാനും ആരംഭിച്ചു. ഇനി എന്താണ് ഒരു റീജിയണലൈസേഷൻ എന്നാണ് ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. ഒരു പ്രാദേശികവൽക്കരണം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ? പ്രാദേശികവൽക്കരണം എന്ന് പറയുമ്പോ ചെറിയൊരു ഐഡിയ എന്തെങ്കിലും കിട്ടിയോ? ചെറിയ ഏതെങ്കിലും ഐഡിയ കിട്ടിയോ? ഓക്കെ. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ കൂടുതൽ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ. പിന്നെ നമ്മൾ എന്താണ് ഒരു റീജിയണലൈസേഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നോക്കുന്നത്. അപ്പൊ നോക്കി, അണ്ടർസ്റ്റാൻഡിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് എ റീജിയണലൈസേഷൻ ഈസ് നെസസറി ബിക്കോസ് റീജിയണൽ പ്ലാനിംഗ് ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് ഹോസ്പിറ്റൽസ് somewhat to which health planners have aspired for many years. അതായത് ഒരു റീജിയണലൈസേഷനുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയങ്ങളെ കുറിച്ച് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
കാരണം ഹെൽത്ത് ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പ്രാദേശികപരമായിട്ടുള്ള ആ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ പ്രാദേശിക ആസൂത്രണങ്ങൾ എപ്പോഴും ഒരു ഹെൽത്ത് പ്ലാനേഴ്സ് വർഷങ്ങളായിട്ട് അവര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രാദേശികവൽക്കരണത്തിലൂടെ നമുക്ക് ഈ പറയുന്ന നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ ഓരോ ഘട്ടങ്ങളായിട്ട് ആളുകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. Though its application, it is thought that construction of new hospital and health centers can be tailored to the requirements of the users, and that the necessary rational distribution of buildings and facilities will be obtained. എപ്പോഴും ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന നിലയിൽ എപ്പോഴും നമ്മൾ ഒരു പുതിയ ഹോസ്പിറ്റൽ നിർമ്മിക്കുമ്പോൾ അവിടെ എന്താണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്? അവിടെയുള്ള യൂസേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് ഉപയോഗിക്കാൻ വരുന്ന ഉപഭോക്താക്കളുടെ ആവശ്യകതകൾ എന്താണോ അതിനനുസൃതമായിട്ടായിരിക്കണം നമ്മൾ അവിടെ ആ ഹോസ്പിറ്റൽ പണിയേണ്ടതും സർവീസുകൾ കൊണ്ടുവരേണ്ടതും. അതുപോലെ തന്നെ അതിനനുസരിച്ച് നല്ല രീതിയിൽ ആവശ്യപരമായിട്ടുള്ള ഒരു യുക്തിസഹമായിട്ടുള്ള രീതിയിലുള്ള ബിൽഡിങ്ങുകളും ഫെസിലിറ്റികളുമാണ് നമ്മൾ അവിടെ ലഭ്യമാക്കേണ്ടതും. And enabling health services to be delivered according to a system in which different levels of competency adapted to the needs of the patients can be distinguished. അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ ആവശ്യകതകൾ എന്താണോ അത് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് നേടിയെടുക്കുന്ന രീതിയിലുള്ള ഡിഫറെന്റ് ലെവൽസ് ഓഫ് കോമ്പിറ്റൻസി പല ലെവലുകളിലായിട്ട് പല തലങ്ങളിലായിട്ടാണ് അവിടെ നമുക്ക് സർവീസുകൾ വിതരണം ചെയ്യേണ്ടത്. എന്ന് വെച്ചാല് ഈ ഒരു റീജിയണലൈസേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. റീജിയണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലെവൽസ് ഓഫ് കെയർ ആണ്. നമ്മൾ ഒരു ലെവൽ അനുസരിച്ചാണ് നമ്മൾ പരിചരണം കൊടുക്കുക. അതായത് 3 ലെവലാണ് പ്രധാനമായിട്ടും വരുന്നത്. നമ്മുടെ ഹോസ്പിറ്റൽ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മുടെ നാട്ടില് നമ്മുടെ ഏറ്റവും അതായത് വളരെ ഒരു പനിയോ ചുമയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഹോസ്പിറ്റലിലേക്ക് പോവാം? ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കാര്യമായിട്ട് പറയുന്നത്. ഏത് ഹോസ്പിറ്റലിലേക്ക് പോവാം? നമ്മുടെ തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റി സെന്റർ അല്ലെ, പ്രൈമറി ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെന്ററുകളിലേക്കല്ലേ പോകുന്നേ അല്ലെ? അതാണ് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അടുത്ത ലെവലാണ് അടുത്തത്. ഇപ്പൊ നമുക്ക് ആ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെന്ററിൽ പോയിട്ട് നമുക്ക് പറ്റിയില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? വേറെ ഏത് ഹോസ്പിറ്റലിലേക്ക് പോവാ? അവിടുന്ന് എവിടേക്ക് റെഫർ ചെയ്യും നമ്മളെ? അവിടെ ഇതിനുള്ള സൗകര്യങ്ങളില്ല അല്ലെങ്കിൽ നമുക്ക് അത് മാറുന്നില്ല എങ്കിൽ കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് വിടും. വെരി ഗുഡ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് വിടും. അതാണ് ഇന്റർമീഡിയറ്റ് ലെവൽ. ഇനി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും നമുക്ക് അതിനനുസരിച്ചുള്ള സർവീസുകളില്ല, നമുക്ക് മതിയാവുന്നില്ല, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടി നല്ല രീതിയിലുള്ള സർവീസ് വേണം എന്നുണ്ടെങ്കിൽ വെരി ഗുഡ്, മെഡിക്കൽ കോളേജിലേക്ക് വിടും അല്ലെ? അപ്പൊ മെഡിക്കൽ കോളേജിൽ എന്താണ് എല്ലാ വിധത്തിലുമുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസുകളില്ലേ? ഉണ്ടോ? അതാണ് ശരിക്കും റീജിയണലൈസേഷൻ എന്ന് പറയുന്നത്. പ്രാദേശികവൽക്കരണം. അവിടെ ഒരു ലെവൽസ് ഓഫ് കെയർ ആണ്, അവിടെ ഒരു ശ്രേണിയാണ്. അതായത് പേഷ്യൻസിന്റെ ഫ്ലോ എങ്ങനെയാണ്? വളരെ താഴ്ന്ന സ്ഥലത്ത് നമ്മുടെ റൂറൽ ഏരിയയിൽ നിന്ന് അവിടെയുള്ള സർവീസുകൾ കിട്ടുന്നു. ഇനി അവിടുത്തെ സർവീസുകൾ നമുക്ക് മതിയാവുന്നില്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് റെഫർ ചെയ്യുന്നു. ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നും നമുക്ക് അവിടുത്തെ സർവീസുകൾ മതിയാവുന്നില്ല, കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ വേണമെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് പോലെയുള്ള ടെർഷറി ലെവലിലുള്ള സ്ഥാപനങ്ങളിലേക്ക് എന്ത് ചെയ്യും? റെഫർ ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇപ്പൊ മനസ്സിലായോ എന്താണ് റീജിയണലൈസേഷൻ എന്നുള്ളത്? ഇവിടെ എപ്പോഴും അങ്ങനെ ഒരു റീജിയണലൈസേഷൻ ആണ് ഏതൊരു സ്ഥാപനത്തിനും ആവശ്യമായി വരുന്നത്. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ആ പേഷ്യൻസിന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള സർവീസുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചുള്ള ബിൽഡിങ്ങുകള് ഫെസിലിറ്റികളൊക്കെയാണ് ഏത് തരത്തിലുള്ള കെയർ ലെവൽ ഓഫ് കെയർ ആണോ നമ്മൾ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള നിർമ്മാണങ്ങളും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളുമാണ് ആ സ്ഥാപനത്തിൽ വെക്കേണ്ടത് അല്ലെ? അതിനനുസരിച്ച് പല ലെവൽ ഓഫ് കെയറുകളായിട്ട് പല ലെവൽസിലായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലുകളെ പരിചരണങ്ങൾ നൽകുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഒരു റീജിയണലൈസേഷൻ എന്നുള്ളത്? സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞു തന്നാൽ അത് തന്നെയാണ് ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിനെപ്പറ്റി ഒരു ഏകദേശ ധാരണ കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നോക്കി, വാട്ട് ഈസ് റീജിയണലൈസേഷൻ? ഇനി എന്താണ് ഒരു റീജിയണലൈസേഷൻ? ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് അത് വേഗം പറഞ്ഞു തന്നത് നിങ്ങൾക്ക് അതൊന്ന് വായിക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. എന്നാൽ മാത്രമേ നമുക്ക് അതൊന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വെറുതെ കേട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ.
Regionalization is a system of technical and administrative decentralization, right? Establishment of levels of care. Levels of care important ആണ്. Levels of care. Regionalization എന്ന് പറഞ്ഞാൽ സാങ്കേതികവും അതുപോലെ തന്നെ ഭരണപരവുമായിട്ടുള്ള ഒരു വികേന്ദ്രീകൃത സംവിധാനമാണ്. ഇവിടെ നമ്മൾ എന്താണ് ആ ഒരു റീജിയണലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രാദേശികവൽക്കരണം വഴി സ്ഥാപിക്കുന്നത്? ലെവൽസ് ഓഫ് കെയർ, പരിചരണ തലങ്ങളാണ് സ്ഥാപിക്കുന്നത്, അല്ലെ? വിച്ച് റേഞ്ച് ഫ്രം പ്രൈമറി ഹെൽത്ത് സെന്റർ. അതെവിടെ തുടങ്ങുന്നു? നമുക്കാണെങ്കിൽ നമ്മുടെ എവിടെ നിന്ന് നമ്മുടെ വെച്ച് ചിന്തിക്കാം. നിങ്ങൾ നമ്മുടെ സ്വന്തം ഓരോരുത്തരെയും വെച്ച് ചിന്തിക്കാം. നമുക്ക് നമ്മൾ പോകുന്ന പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഉണ്ടാവില്ലേ? അപ്പൊ അവിടെ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എവിടെ നിന്ന് തുടങ്ങുന്ന ഈ റീജിയണലൈസേഷൻ? റേഞ്ച് ഫ്രം പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ അത് കമ്മ്യൂണിറ്റി ലെവൽ. കമ്മ്യൂണിറ്റി ലെവലിൽ വരുന്നത് പ്രൈമറി ഹെൽത്ത് സെന്ററുകളാണ്. ഇനി അടുത്തത് ടു ജനറൽ ഹോസ്പിറ്റൽ. നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് ജനറൽ ഹോസ്പിറ്റലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പോളിക്ലിനിക്സ്. എന്ന് വെച്ചാൽ എന്താ? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പോളിക്ലിനിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ പോലെ തന്നെ സ്പെഷ്യാലിറ്റി ഇതുകൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സർവീസുകൾ തരുന്ന സ്ഥാപനങ്ങൾ. അപ്പൊ അവിടെ എന്തായിരിക്കും? ഡയഗ്നോസിസ് ഉണ്ടാകും, പ്രിവെന്റീവ് കെയർ ഉണ്ടാകും, വാക്സിനേഷൻസ് ചിലപ്പോൾ കൊടുക്കാറുണ്ട്, മൈനർ സർജറി, വലിയ രീതിയിലുള്ള സർജറി കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ഡോക്ടറിൻ ചെക്കപ്പോ കാര്യങ്ങളോ തരുന്ന അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പോളിക്ലിനിക്കുകൾ. ഇതെല്ലാം ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുന്നതാണ്. അപ്പൊ കമ്മ്യൂണിറ്റി ലെവലിൽ ഏതാ വരുന്നേ? അങ്ങനെ തന്നെ എനിക്ക് നോക്കണം കേട്ടോ. കമ്മ്യൂണിറ്റി ലെവലിൽ വരുന്നത് ഏതാണ്? പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ. ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുന്നത് ഏതൊക്കെയാ? ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുന്നത് ജനറൽ ഹോസ്പിറ്റലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പോളിക്ലിനിക്കുകളും. ദെൻ മൂന്നാമത്തത് ലാസ്റ്റ് വൺ ഏതായിരിക്കും? കൾമിനേറ്റിംഗ് ഇൻ ഹയർ മെഡിക്കൽ സെന്ററുകൾ, അല്ലെ? ഹയർ മെഡിക്കൽ ഉയർന്ന മെഡിക്കൽ കോളേജുകൾ പറയും. അപ്പൊ എന്താണ് കൾമിനേറ്റ് ചെയ്യാൻ? കലാശിക്കുക. അപ്പൊ എന്തിലാണ് അതിൽ അവസാനം ചെയ്യുന്ന കലാശിക്കുന്നത്? പലതരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് നടക്കുന്ന മെഡിക്കൽ കോളേജുകൾ പോലെയുള്ള ഇടങ്ങളിൽ, അല്ലെ? ടീച്ചിങ് നടത്തുന്നുണ്ട്, അവിടെ റിസർച്ചുകൾ നടത്തുന്നുണ്ട്, ഇല്ലേ? ഒരു മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ നടത്തുന്നുണ്ട്, പലതരത്തിലുള്ള ടീച്ചിങ് പ്രോസസ് അല്ലെങ്കിൽ പ്രാക്ടീസുകൾ നടത്തുന്നുണ്ട്, പലതരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ തരുന്നുണ്ട്. പിന്നെയുള്ള എല്ലാം അങ്ങനെയുള്ള മൂന്നാമത്തെ ഘട്ടം അതാണ് ടെർഷറി ലെവല്. അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ 3 ലെവലുകളുണ്ട്. അതിൽ ഒന്നാമത്തത് പ്രൈമറി ഹെൽത്ത് സെന്ററുകള്, രണ്ടാമത്തതിൽ വരുന്നത് ജനറൽ ഹോസ്പിറ്റൽ ആൻഡ് പോളിക്ലിനിക്, മൂന്നാമത്തതിൽ വരുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങൾ. ഇത്രയും ക്ലിയർ ആണല്ലോ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇത്രയും വരെയും ഒന്ന് വായിച്ചിട്ട് വന്നേ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ താങ്ക് യു.